ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 ടൈപ്സ് ഓഫ് ലീവ്സ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസൊക്കെ നമുക്ക് ലീവ്സ് ചെയ്യാൻ മാത്രമല്ല ഫ്ലവേഴ്സൊക്കെ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ചെയ്യാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ഇതുപോലെ ഡിസൈൻ വരച്ചിട്ട് ലീഫിൻ്റെ ആ ഒരു എൻഡ് പോയിൻറ്റിൽ നിന്നാണ് ക്ലോത്തിൻ്റെ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് സെൻറ്റർ ലൈനിലേക്ക് ഇതുപോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം റൈറ്റിൽ നിന്നോ ലെഫ്റ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയാണ് സെൻറ്റർ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം ആദ്യം ഏത് സൈഡിലാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഏകദേശം അതിൻ്റെ അതേ ഒരു സ്പേസിൽ നിന്ന് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റിച്ച് തുടങ്ങുന്നത് ഏകദേശം ഒരേ അകലത്തിൽ നിന്നായിരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ തൊട്ട് താഴേന്ന് ഇതുപോലെ തന്നെ സെൻറ്റർ ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെയിം ഇതുപോലെ തന്നെ ചെയ്യണം. ഇതുപോലെയാണ് ഈ ലീഫ് ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എല്ലാം സെൻറ്റർ ലൈനിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ലീഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ എപ്പോഴും ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെൻറ്റർ ലൈനിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ സെൻറ്ററിലെ ലൈൻ വരയ്ക്കുമ്പോൾ ലീഫിൻ്റെ എൻഡ് വരെ വരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ലീഫിൻ്റെ എൻഡ് വരെ വരച്ചിട്ടില്ല. ആദ്യത്തെ ആ ഒരു സ്റ്റിച്ച് എത്ര ലെങ്ത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ലെങ്ത്ത് വിട്ടിട്ടാണ് അവിടെ ആ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലൈനിൻ്റെ എൻഡിലേക്ക് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പേസ് എല്ലാ ലീഫിലും വിട്ടിരിക്കുന്നത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ലൈൻ കുറച്ച് താഴെ നിന്നാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ലീഫിൻ്റെ എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്കാണ് ആദ്യത്തെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെ നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഈ നൂലിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ ത്രെഡ് നമ്മൾ മുഴുവനായിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിനുശേഷം സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നീഡിൽ വലിക്കുമ്പോഴാണ് നമ്മൾ ഈ ത്രെഡ് വിടേണ്ടത്. ത്രെഡ് ആദ്യം അവിടെ വലിച്ചു പിടിക്കണം. അപ്പോൾ ആ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പം നീഡിൽ എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇവിടുന്ന് നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കണം. ഇതുപോലെയാണ് ഓരോ സ്റ്റിച്ചും ചെയ്യേണ്ടത്. വീണ്ടും നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴേന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം. ഇതുപോലെ തന്നെ ത്രെഡിൽ പിടിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. സെൻറ്റർ പോയിൻറ്റിൽ നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് സെൻറ്റർ പോയിൻറ്റിൽ തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. ഇതുപോലെയാണ് ഓരോ സ്റ്റിച്ചും താഴെ വരെ ചെയ്യേണ്ടത്.
അടുത്ത ലീഫ് ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ലീഫിൻ്റെ താഴെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കറക്റ്റ് ആ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ നമ്മൾ ആ ലീഫ് വരച്ചു കൊടുത്ത് ആ ലൈനിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കണം. അപ്പോൾ നീഡിലിൻ്റെ താഴെ കൂടെയാണ് ത്രെഡ് കൊണ്ടുവരേണ്ടത്. ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം വീണ്ടും ആ സെൻറ്റർ ലൈനിൽ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ആ ലീഫിൻ്റെ ബോർഡർ ലൈനിൽ ഇതുപോലെ കുത്തിയെടുക്കണം. എപ്പോഴും ഈ ഒരു ത്രെഡ് നീഡിലിൻ്റെ അടിയിലാണ് വരേണ്ടത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ താഴേക്ക് കുത്തിയിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒറ്റ സ്റ്റിച്ചായിട്ട് ചെയ്യണമെന്നില്ല. താഴേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് കുത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ താഴേക്ക് ഇതുപോലെ കൊണ്ടുപോയിട്ട് അടുത്ത സ്റ്റിച്ചായിട്ട് നീഡിൽ താഴെ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലിയ ലീഫ് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ എല്ലാ ലീഫും ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ലീഫ് വരച്ചത്. വലിയ ലീഫ് വരയ്ക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ലീഫ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഫുൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഒരു സ്റ്റിച്ചായിട്ട് താഴേന്ന് നീഡിൽ മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എൻഡ് പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും ആദ്യത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ലീഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സെൻറ്ററിലെ ഒരു സ്പേസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബാക്ക് സ്റ്റിച്ചോ അതല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ചോ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുത്ത ലീഫ് ചെയ്യുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സെൻറ്റർ ലൈനിൽ നിന്നാണ് നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കേണ്ടത്. അതിനുശേഷം നീഡിൽ ഒരു തവണ ത്രെഡ് ചുറ്റിയിട്ട് ലീഫിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും ആദ്യം നീഡിൽ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ നിന്ന് വീണ്ടും നീഡിൽ താഴെ നിന്ന് എടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു തവണ നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അടുത്ത സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇതുപോലെ നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് ഒരു തവണ ചുറ്റി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് ഈ ഒരു ഫിംഗർ യൂസ് ചെയ്ത് ആ ത്രെഡ് നീഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ത്രെഡ് നമ്മൾ നീഡിൽ താഴേക്ക് കുത്തുന്നതിന് മുമ്പ് ഊരിപ്പോകാതിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ആ നീഡിൽ കുത്താൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ ത്രെഡ് താഴേക്ക് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സൈഡ് മാറി മാറിയാണ് ഈ ലീഫ് ഫുൾ ചെയ്യേണ്ടത്. അടുത്ത ലീഫ് ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ലീഫിൻ്റെ താഴെ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ലീഫിൻ്റെ ആ ഒരു ലൈനിലേക്ക് ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇവിടുന്ന് ഇതുപോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ ഈ ഒരു സൈഡ് ഫുൾ ചെയ്യണം. അതിനുശേഷമാണ് അടുത്ത സൈഡ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് ലീഫ് ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റിച്ചസ് ആണ്. ബിഗിനേഴ്സിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.